ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ ഹലുവയുടെ റെസിപ്പി ആയിട്ടാണ്. ഇന്ന് നമ്മൾ ഈ ഹൽവ ഉണ്ടാക്കുന്നത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ്. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന ഈ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഹലുവ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 2 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന കപ്പ് എന്ന് പറയുന്നത് 250 ml മെഷർമെൻറ്റ് കപ്പാണ്. നിങ്ങൾക്ക് ഏത് കപ്പിൽ വേണമെങ്കിലും എടുക്കാം, പക്ഷെ അതേ കപ്പിൽ തന്നെ ശർക്കര അളന്നെടുക്കണം എന്ന് മാത്രം. അപ്പം നമുക്ക് ആദ്യം ഈ ഒരു ഗോതമ്പ് ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരണം. ഇതാ ഞാൻ കഴുകിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നല്ല തിളച്ച ചൂടുവെള്ളം നമുക്കൊന്ന് ഒഴിച്ച് മുങ്ങിക്കെടുക്കാവുന്ന പാകത്തിൽ നമുക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് ഒരു 3 മണിക്കൂറെങ്കിലും മിനിമം നമുക്കിതൊന്ന് കുതിർത്ത് വെക്കണം. എങ്കിലാണ് അത് അത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതാ ഞാനിവിടെ ഒരു 4 മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു. മിനിമം 3 എന്നാണ് ഞാൻ പറഞ്ഞത്, പക്ഷേ ഞാൻ 4 വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനതൊന്ന് പ്രസ് ചെയ്ത് കാണിക്കാം. കണ്ടോ, അതിങ്ങനെ അരഞ്ഞ് വരുന്നത് കണ്ടോ? അപ്പോൾ അത്രയും സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു നുറുക്ക് ഗോതമ്പിനെ എടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും നേരം നമുക്ക് വെക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഞാൻ ഇതിലത്തെ അധികമുള്ള വെള്ളം ഒക്കെ മാറ്റി വെച്ചിട്ട് കളഞ്ഞിട്ടുണ്ട്. ബാക്കി കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. കാരണം നമ്മളിത് മിക്സിയിൽ അടിച്ചെടുക്കുന്ന സമയത്ത് ഈ വെള്ളം തന്നെയാണ് ഞാൻ ചേർത്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ്, ഇത് നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ വലുപ്പം അനുസരിച്ച് കൂടുതലും കുറവൊക്കെ അതനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് ഇതൊന്ന് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാനതൊരു അരഭാഗത്തോളം നിറച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതേ വെള്ളം തന്നെയാണ് കേട്ടോ, നമ്മൾ കുതിർക്കാൻ വെച്ചിട്ടുള്ള വെള്ളം ഒരു 1/4 കപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതേ കണക്കിന് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കണം, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ. ഞാനിവിടെ 1 മിനിറ്റ് സമയം എടുത്തിട്ട് ആദ്യം 1-ലിട്ട് 2-ലിട്ട് 3-ലിട്ട് സ്പീഡ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെടുത്തിട്ടാണ് ഇതാ ഈ ഒരു കണക്കിന് അടിച്ചെടുത്ത് വന്നിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നേരെ അത് ബൗളിനകത്തോട്ട് ഒഴിക്കരുത്. ഇതൊന്ന് അരിച്ച് വേണം നമുക്ക് ഇതിൻ്റെ പാലെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞാനൊന്ന് പെട്ടെന്നൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അരിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു തവിടിൻ്റെ മട്ട് ഇതുപോലെ വരും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കളയാം. ഇനി നമുക്ക് ബാക്കിയുള്ളത്, ഇതാണ് ആ പാല് കേട്ടോ, നല്ല തിക്കായിട്ടുള്ള പാല്. ഇനി നമുക്ക് ബാക്കിയുള്ള ഒരു സെക്കൻഡ് ബാച്ചിൽ അടിച്ചെടുക്കാനുള്ള ആ ഒരു നുറുക്ക് ഗോതമ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്ത് ഇതും ഒന്ന് അരച്ചെടുത്ത് വരുന്നുണ്ട്. അങ്ങനെതാ നല്ല തിക്കായിട്ടുള്ള നല്ല കുറുകിയിട്ട് ഉള്ള രീതിയിൽ നല്ല കട്ടിപ്പാൽ നമ്മുടെ നുറുക്ക് ഗോതമ്പിൻ്റെ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു 1-2 തവണ ഒന്നും കൂടെ ഇതൊന്ന് വേറൊരു ബൗളിനകത്തോട്ട് അരിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു തവണയൊന്നും അരിച്ചെടുക്കുന്നുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2-3 തവണ അരിച്ചെടുക്കാം കേട്ടോ. കാരണം ഇതിനകത്ത് എന്തെങ്കിലും തരികളുണ്ടെങ്കിൽ അതും കൂടെ നമുക്കതൊന്ന് മാറിപ്പോവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതും കൂടെ ഒന്ന് അരിച്ചെടുത്തിട്ട് വരാം. കണ്ടോ, അരിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇച്ചിരിയും കൂടെ ഈ ഒരു മട്ടും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് അരിച്ചെടുക്കും ഒന്നും കൂടെ, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. കുറച്ചൊന്നും ഇരുന്നാലും ഒന്നും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് എത്ര കപ്പ് ഉണ്ട് എന്നുള്ളതൊന്ന് അളക്കണ്ടേ, അതനുസരിച്ചിട്ട് വേണം ഇതിനകത്തോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഇതൊന്ന് അളന്നൊഴിക്കുന്നുണ്ട്. അപ്പോൾ അളന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കറക്റ്റ് 2.5 കപ്പാണ് എനിക്ക് 250 ml മെഷർമെൻറ്റ് കപ്പിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 2.5 കപ്പുള്ള ആ ഒരു ഗോതമ്പ് നുറുക്കിൻ്റെ പാലിലാണ് ഞാൻ ഈ ഒരു ഹലുവ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ 2.5 കപ്പ് പാലിന് ഞാൻ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം എന്ന് പറയുന്നത് സാധാരണ റൂം ടെമ്പറേച്ചറിലൊക്കെ ഉള്ള വെള്ളമാണ്. അപ്പോൾ അത് നമുക്കൊരു 1.5 കപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മിക്സ് ഇവിടെ ഇരിക്കട്ടെ. നമുക്കിനി ശർക്കരപ്പാനി തയ്യാറാക്കണം. അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് കപ്പിലാണ് നുറുക്ക് ഗോതമ്പ് അളന്നത് അതേ കപ്പിൽ 1 കപ്പ് ശർക്കര. അത് ശർക്കര ഞാൻ ഉണ്ടയായിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അത് ഞാനൊന്ന് ഇടികല്ലിലൊന്ന് ഇടിച്ചതുപോലെ പൊടിച്ചിട്ട് അതാണ് 1 കപ്പായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് ശർക്കരയ്ക്ക് അതേ കപ്പിൽ 3/4 കപ്പ് വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് ഈ ശർക്കരയൊക്കെ ഒന്ന് ഉരുക്കിയെടുക്കണം. ഞാൻ അതോടൊപ്പം തന്നെ ഇതിനകത്തോട്ട് ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളിതൊന്ന് അരിച്ചെടുക്കുന്ന സമയത്ത് ഏലക്ക നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പം ഞാനിവിടെ ഒരു ഏലക്ക അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ച് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അതല്ല പൊടിയായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ശർക്കരയൊക്കെ നന്നായി ഉരുകി ശർക്കരപ്പാനിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. കാരണം ഈ ശർക്കരയ്ക്കകത്ത് ഈ തരികളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം.
അങ്ങനെ ഇതാ ശർക്കരപ്പാനി ഇവിടെ റെഡിയാണ്. അതപ്പോൾ അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഹൽവ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. പാത്രത്തിൻ്റെ പക്ഷേ ഫ്ലെയിം ഞാൻ ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പാത്രത്തിന് ചൂടൊന്നുമില്ല. ചൂടില്ലാത്ത പാത്രത്തിലോട്ട് നമ്മൾ നേരത്തെ നുറുക്ക് ഗോതമ്പിൻ്റെ പാല് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ വെള്ളത്തിൻ്റെ ഒപ്പം, അതൊന്ന് സ്പൂൺ വെച്ചിട്ട് ഇളക്കിയതിന് ശേഷം മാത്രം ഈ ഒരു ചൂടൊന്നും ഇല്ലാത്ത പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ചിലപ്പം അത് ചെറുതായിട്ട് അതിൻ്റെ മട്ടൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ പാല് ഒരു കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനിയാണ് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുള്ളത്. അതും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊന്ന് തിക്കാവാൻ തുടങ്ങണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ കണ്ടോ ചെറുതായിട്ട് ഇങ്ങനെ കുറുകി വരുന്ന ഒരു സ്റ്റേജ് ഉണ്ട് കണ്ടോ. ഈ ഒരു സമയത്ത് വേണം നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാൻ. ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി മുഴുവൻ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കുറച്ച് ഒഴിക്കാം, എന്നിട്ട് മധുരം നോക്കിയിട്ട് കൂടുതൽ ചേർത്താൽ മതിയാവും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് നന്നായി തിളച്ചൊന്ന് കുറുകി വരാൻ തുടങ്ങണ വരെ ഒന്ന് കൈവിടാതെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ചെറുതായിട്ടൊക്കെ കണ്ടോ ഇതുപോലെ ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യ്ക്ക് പകരം വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നെയ്യ് ചേർത്താലാണ് നമുക്ക് ഹൽവേരൊക്കെ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി ഒന്നുമില്ല, ഞാനിപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ അടുത്ത് തന്നെയുണ്ട്, കൈവിടാതെ ഇളക്കാൻ പറ്റും എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതിങ്ങനെ ഇളക്കി കൊണ്ടേയിരിക്കുക. ഇനി വേറെ ഒന്നുമില്ല, നല്ല തിക്കാവുന്നത് വരെ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു സ്റ്റേജ് ഉണ്ട്, അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. കണ്ടോ ക്വാണ്ടിറ്റി ഒക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് വറ്റി, അതിലത്തെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അല്പം കശുവണ്ടി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ തികച്ചും ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിൽ കശുവണ്ടിയോ അല്ലെങ്കിൽ കപ്പലണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഹലുവ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ നട്ട്സൊക്കെ കടിക്കാൻ കിട്ടുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതുവരെ ഇതായിട്ടില്ല കേട്ടോ, ഇത് ആ പാത്രത്തിൽ നിന്ന് ഇതുവരെ വിട്ട് വന്നിട്ടില്ല. അപ്പോൾ അതുവരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ അതവിടെ ആവുന്ന നേരം ഞാനത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിത് സെറ്റാക്കാനുള്ള ഒരു പാത്രം, ഹലുവ ആ ഒരു മിക്സ് ഒഴിച്ച് വെക്കാനുള്ള പാത്രം ഇതാണ്. ഞാൻ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഇതാകുമ്പോൾ നല്ല ഷേപ്പിലൊക്കെ കിട്ടും, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഏത് പാത്രമാണ് നിങ്ങൾ എടുക്കുന്നത് അതൊന്ന് അല്പം ഒന്ന് എണ്ണയോ നെയ്യോ ഒന്ന് തൂത്ത് കൊടുക്കാം. ഞാനിവിടെ നെയ്യാണ് ഒന്ന് തൂത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ അല്പം ഇത് എള്ളാണ്, വെളുത്ത കളറുള്ള എള്ള് അല്ലെങ്കിൽ സെസമി സീഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ എള്ള് ഞാനിതുപോലെ ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ്, വേണം എന്നൊരു നിർബന്ധമില്ല. പിന്നെ അതുപോലെ തന്നെ കശുവണ്ടി അതും കൂടെ താഴെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോഴത്തെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മൾ ഹലുവ സെറ്റായി കഴിഞ്ഞ് ഇതൊന്ന് മറിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗി ഉണ്ടാവും. കശുവണ്ടിയൊക്കെ ഇങ്ങനെ മുകളിൽ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കിനി നോക്കാം എന്തായി നമ്മുടെ ഹലുവ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഹലുവ ഈ ഒരു പരുവത്തിനായിട്ടുണ്ട്. പാത്രത്തിൽ നിന്നൊക്കെ ചെറുതായിട്ട് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് പോരാ, നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാനിനി ഇതിനകത്തോട്ട് അല്പം ഏലക്കയുടെ പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഏലക്കയുടെ പൊടിയും അതുപോലെ 2 നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഉപ്പ് ചേർത്ത വീഡിയോ ഞാൻ സ്പീഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഫാസ്റ്റായിട്ട് അടിച്ചപ്പോൾ അതങ്ങ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് ചേർക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് ഇങ്ങനെ ഒഴുകി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് നെയ്യൊക്കെ പുരട്ടി സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രത്തിലോട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മളൊരു സ്പൂൺ എടുക്കുക. ആ സ്പൂണിൻ്റെ പുറകിൽ ഒരു നെയ്യ് ഒന്ന് തടവി കൊടുക്കുക, നെയ്യോ വെളിച്ചെണ്ണയോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ലെവൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കാരണം സ്പൂണിലൊന്നും ഒട്ടിപ്പിടിക്കാതെയും മറ്റും നമുക്ക് എടുക്കാൻ പറ്റും. ഇനി അതല്ല നിങ്ങളുടെ കയ്യിൽ സ്പാച്ചുല ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. അതാകുമ്പോൾ നമുക്കൊന്നും എണ്ണയോ നെയ്യോ ഒന്നും പരട്ടേണ്ട കാര്യമില്ല. ഇനി നമുക്കിതൊന്ന് നന്നായി ചൂടാവുന്നത് വരെ റൂം ടെമ്പറേച്ചറിൽ തന്നെ അടുക്കളയിൽ വെച്ചാൽ മതി. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല. നമുക്കിതൊന്ന് സെറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതൊക്കെ ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് നമുക്കൊന്ന് മറിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടിയും കൂടെ കൊടുക്കാം. നമ്മുടെ സൂപ്പർ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഹലുവ ഇവിടെ റെഡിയാണ്. നമുക്ക് ഇപ്പോൾ റേഷൻ കടയിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ നുറുക്ക് ഗോതമ്പ് ഈ ലോക്ക്ഡൗൺ പ്രമാണിച്ചൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. അതുമാത്രമല്ല, ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ചെന്നാലും നമുക്ക് ഈസി ആയിട്ട് മേടിക്കാൻ കിട്ടുന്ന ഒന്നാണ് നുറുക്ക് ഗോതമ്പ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഈ നുറുക്ക് ഗോതമ്പ്
ഗോതമ്പ് വെച്ചിട്ടൊക്കെ എന്ത് ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ ആയിരിക്കും നമ്മുടെ ചിന്ത. പക്ഷേ ഈ നുറുക്ക് ഗോതമ്പ് വെച്ച് നമുക്ക് എന്തും ഉണ്ടാക്കാം. അത്രയും വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ആണെന്നുണ്ടെങ്കിലും, അതുപോലെ ഇതുപോലത്തെ ഹലുവ, അല്ലെങ്കിൽ ഞാൻ ഡ്രിങ്ക് ഇട്ടിട്ടുണ്ട് ഇതിന് മുന്നേ, അങ്ങനത്തെ എന്തും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, തീർച്ചയായിട്ടും. അപ്പോൾ നമുക്കിതിൻ്റെ കണ്ടോ, ഞാൻ ഇതുപോലെ ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ. കാരണം എൻ്റെ കയ്യിൽ അങ്ങനത്തെ ഒരു സ്ക്വയർ പാത്രം ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ കണക്കിന് എടുത്തിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.